ഡിയർ സ്റ്റുഡൻസ്, IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ ചുവരിലെ വർണ്ണചിത്രങ്ങൾ എന്ന ഒന്നാമത്തെ പാഠത്തിലെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ക്രിറ്റ സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രിറ്റ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ക്രിറ്റ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഷോ ആപ്ലിക്കേഷൻസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യാം. ടൈപ്പ് ടു സെർച്ച് എന്നൊരു ഭാഗം കാണാം. അവിടെ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ ആവശ്യം എന്താണ്? ക്രിറ്റ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഞാൻ കെ എന്നടിച്ചു കൊടുത്ത്. ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും ആ സോഫ്റ്റ്വെയറിൻ്റെ മുഴുവൻ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ട. ചില സോഫ്റ്റ്വെയറിൽ ഒന്നാമത്തെ അക്ഷരം അടിച്ചാൽ തന്നെ കിട്ടും. ചില സോഫ്റ്റ്വെയർ ഒന്നാമത്തെയും രണ്ടാമത്തെ അക്ഷരം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്രിറ്റ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഞാൻ കെ അടിച്ചു. ഇവിടെ ക്രിറ്റയുടെ ഐക്കൺ കാണിച്ചു തന്നു. ഈ കാണുന്നതാണ് ക്രിറ്റ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ. കൃത എന്നും പറയാം കേട്ടോ. ഈ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് തിയറി എക്സാമിന് ചോദിക്കാം കേട്ടോ. പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ക്രിറ്റ എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ താഴെ കാണുന്ന പേരുകളൊന്നും അവർ കാണിച്ചു തരില്ല. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ചിത്രം നോക്കിയിട്ട് നമുക്ക് ടിക്കിടാൻ കഴിയണം. ഏത് സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴും അതിൻ്റെ ഐക്കണുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്രിറ്റ ഓപ്പൺ ചെയ്തു. ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ക്രിറ്റ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്രമായ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫ്രീഡം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ചോദിക്കാം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവാം. ക്രിറ്റ ടിക്കിടുക. ക്രിറ്റ സോഫ്റ്റ്വെയർ തുറന്നപ്പോൾ നമുക്ക് ഇങ്ങനൊരു ജാലകമാണ് വന്നത് അല്ലേ. ഇനി നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും പെയിൻറ്റിങ്ങിനൊക്കെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. പേജ് അല്ലെങ്കിൽ ക്യാൻവാസ്. പേജ് ക്രിയേറ്റ് ചെയ്യാൻ 3 മാർഗങ്ങളുണ്ട്. ആ 3 മാർഗം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ്, ഫയൽ എന്ന മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ മാർഗം അത്. മനസ്സിലായല്ലോ എങ്ങനെയാണ്? ഫയൽ ന്യൂ. രണ്ടാമത്തെ മാർഗം, നമ്മൾ ക്രിറ്റ എന്ന ഐക്കൺ തുറന്നപ്പം തന്നെ ഇവിടെ ഇങ്ങനൊരു വിൻഡോ ആണ് കിട്ടുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന് എഴുതിയ ഭാഗത്ത് ന്യൂ ഫയൽ കാണാം. രണ്ടാമത്തെ മാർഗം ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് കട്ടാണ്. കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന മാർഗമാണ്. അതിവിടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കീബോർഡിൽ Ctrl+N പ്രസ് ചെയ്താൽ മതി. അതാണ് നമ്മളെ മൂന്നാമത്തെ മാർഗം. അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കാവുന്ന ചോദ്യമുണ്ട്. പേജ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് തിയറി എക്സാമിന് ചോദിക്കാം. Ctrl+N. ഞാനിവിടെ ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും ഇങ്ങനൊരു ബോക്സ് വന്ന് നമുക്ക് ഇവിടെ നിങ്ങളോട് വിഡ്ത്ത് ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഇതിലാണ് നമുക്ക് വേണ്ടത്. ഇതിലല്ല നമുക്ക് വേണ്ടത് കേട്ടോ. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ അത് തന്നെയാണ് ഓൾറെഡി ഉണ്ടാവുക. പിന്നെ ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് ചോദിക്കുന്നുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണോ വിഡ്ത്ത് പറഞ്ഞത് ഹൈറ്റ് പറഞ്ഞത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 600 വിഡ്ത്തും ഹൈറ്റ് 400 പറയുന്നത്. ഞാനിവിടെ 800 600 തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റുക. പക്ഷേ എക്സാമിന് മാത്രം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അതെന്നെ ആക്കുക കേട്ടോ. ഞാനിവിടെ 800 600 ആക്കിയിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബോക്സ് വന്നു അല്ലേ. നമ്മുടെ പേജ് വന്നേ. ഇതാണ് നമ്മളെ പേജ് അല്ലെങ്കിൽ ക്യാൻവാസ്. ഏറ്റവും മുകളിൽ കാണാനാണ് ടൈറ്റിൽ ബാർ. തൊട്ട് താഴെ ഫയൽ എഡിറ്റ് വ്യൂ ഇമേജ് എന്നൊക്കെ കാണാം. ഇതാണ് മെനു ബാർ. ഇവിടെ കുറേ ടൂളുകൾ ചിത്രങ്ങളൊക്കെ കാണാം അല്ലേ. ഇത് ടൂൾസ് കൺട്രോൾ ബാർ ആണ് കേട്ടോ.
ടൂളുകളെ കൺട്രോൾ ചെയ്ത് മാറ്റാനുള്ളതൊക്കെ ഇതിൽ മാറ്റേണ്ടത്. ഈ സൈഡിൽ കുറേ ടൂളുകൾ കാണാം. ഇതാണ് ടൂൾ ബോക്സ്, ക്രിറ്റ സോഫ്റ്റ്വെയറിൻ്റെ ടൂൾ ബോക്സ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ അധികം ടൂളുകളുണ്ട്. ആ ടൂളുകളിൽ എല്ലാ ടൂൾസും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ട. പ്രാക്ടിക്കലായിട്ട് നമുക്ക് വളരെ കുറച്ച് ടൂൾ മാത്രമേ വേണ്ടതുള്ളൂ. പക്ഷേ എങ്കിലും എല്ലാ ടൂളിനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. കാരണം ചിലപ്പം തിയറി എക്സാമിനൊക്കെ ഓരോ ടൂളിൻ്റെ ചിത്രം തന്നുങ്ങാണ്ട് അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അപ്പം നമുക്ക് ടൂൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പേര് ടിക്കിടാൻ കഴിയുള്ളൂ. ഓരോ ടൂളിൻ്റെ നേരെയും മൗസ് പോയിൻ്റർ എത്തിക്കുമ്പോൾ അതിൻ്റെ പേര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓരോ ടൂളിൻ്റെ നേരെയും നമ്മൾ മൗസ് പോയിൻ്റർ എത്തിക്കുമ്പം നമുക്കതിൻ്റെ പേര് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ഒരു മരക്കൊമ്പ് വരയ്ക്കാം, ഒരു ബ്രാഞ്ച് വരയ്ക്കണം. ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ബ്രാഞ്ച് വരയ്ക്കും, മരക്കൊമ്പ് വരയ്ക്കുന്നതും അതിന് കളർ ചെയ്യുന്നത്, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ നോക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചിട്ട് അതിന് കളറ് കൊടുക്കുന്നത്, ഒരു എന്താ പറയുക മൂൺ വരയ്ക്കുക അല്ലേ, അങ്ങനെയൊക്കെ സണ്ണോ മൂണൊക്കെ വരച്ചുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആ രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു മരക്കൊമ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ആദ്യമായിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്യണം. ക്രിറ്റ സോഫ്റ്റ്വെയർ നമ്മൾ എന്തൊരു കാര്യം തയ്യാറാക്കുമ്പോഴും ലെയറുകൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയാണ്? ഓരോന്നും ലെയറുകൾ എടുത്ത് ചെയ്താൽ നമുക്ക് ഓരോ ലെയറിലും കൊടുക്കാവുന്ന മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരു ലെയറിൽ തെറ്റിയാൽ പിന്നെ വീണ്ടും അത് തിരുത്തണമെങ്കിൽ ലെയർ എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇങ്ങോട്ട് ഇവിടേക്ക് എന്തിന് പറയുന്ന പേരാണ് ഡോക്കർ കേട്ടോ. താഴെ ഒരു പ്ലസ് ചിഹ്നം കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ മുകളിലേക്ക് നോക്കി പെയിൻറ് ലെയർ 2 കാണാം. ഇവിടെയാണ് നമ്മൾ ലെയർ ഉണ്ടാക്കേണ്ടത്. ഇതിനെ ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക ഇവിടെ വെച്ചിട്ട്. ആ പെയിൻറ് ലെയറിനെ മായ്ച്ച് കളയാം. നമ്മളിവിടെ എന്താണ് നിർമ്മിക്കാൻ പോണത്? ഒരു മരത്തിൻ്റെ ഒരു കൊമ്പാണ് അല്ലേ. ഞാനതിന് ബ്രാഞ്ച് എന്ന് പേര് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം, മരത്തിൻ്റെ കൊമ്പാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ബ്രാഞ്ച് എൻ്റർ ടൈപ്പ് ചെയ്യാം. ഇപ്പം ലെയർ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. നമ്മളിതാ പുതുതായിട്ടൊരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു മരത്തിൻ്റെ കൊമ്പ് വരയ്ക്കണം അല്ലേ. വരയ്ക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ടൂൾ ബോക്സിൽ നിന്നും നമ്മൾ ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം, ഈ ടൂൾ ബോക്സിൽ നിന്നാണ് ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ട് B. ഇതിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ടൂൾസ് കൺട്രോൾ ബാറിലേക്കാണ് പോകേണ്ടത്. ഇവിടെ മൗസ് എത്തിച്ചാൽ നമുക്ക് ഓരോന്നിൻ്റെ പേരും കാണിച്ചു തരും. ചൂസ് ബ്രഷ് പ്രീസെറ്റ്. നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യാണ് കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ. ഇപ്പോൾ താഴേക്ക് കുറേ ബ്രഷുകൾ വന്നു നമുക്ക് അല്ലേ. അപ്പോൾ നമുക്കിതൊന്നൊരു ബ്രഷ് സെലക്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എടുത്തത് ബേസിക് 5 സൈസ് എന്ന ഈ ബ്രഷാണ് ഞാൻ എടുത്തത്. നമുക്ക് ആവശ്യമുള്ളൊരു ബ്രഷ് സെലക്ട് ചെയ്യാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആ ബ്രഷിൻ്റെ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് പോവേണ്ടത്. ഫോർഗ്രൗണ്ട് കളർ സെലക്ടർ. ശ്രദ്ധിക്കുക, അതിനെ തൊട്ട് താഴെ നമുക്ക് വേറെ എന്താ കൊടുത്തെന്ന് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ടറാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം. ഫോർഗ്രൗണ്ട് കളർ സെലക്ടറാണ് അല്ലേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കുറേ കളറുകൾ വന്നു. ഇതിന്നൊരു കളർ സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ സൈസ് സെറ്റാണ്. സൈസ് എത്ര വേണത്? ഇപ്പോൾ നിൽക്കുന്നത് 40-40ലാണ്. നമുക്കത് കുറച്ച് കൊടുക്കുക. അതവിടെ താഴെയുള്ള മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് കുറയ്ക്കാനുള്ള സംവിധാനമാണ്. മുകളിലത്തെ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കൂട്ടാനും. അപ്പം നമുക്കൊരു 10-9 മതി. 8 കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 8 കൊടുത്തു. ഇനി നമുക്ക് വരയ്ക്കാം. വരച്ച് നമ്മളിവിടെ കളർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബ്രഷ് സെലക്ട് ചെയ്തു, സൈസ് മാറ്റി. ഇനി വരയിൽ നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുക.
എനിക്ക് വരയ്ക്കാവുന്നത് അത്ര ശരിയാവില്ല, എന്നാലും ഏകദേശം ഒരു മരക്കൊമ്പ് വരയ്ക്കാം കേട്ടോ. നമുക്ക് വരയ്ക്കുന്നതിൻ്റെ ഭംഗിക്കല്ല ഇവിടെ മാർക്ക്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയോ എന്നുള്ളത്, ഏത് ടൂളാണ് നമുക്ക് വരയ്ക്കാൻ എടുക്കേണ്ടത് എന്ന് നോക്കുക കേട്ടോ. ആ ടൂൾ എടുത്ത് വരയ്ക്കുക. ഈ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർത്തി നിർത്തി നിങ്ങൾ വരയ്ക്കേണ്ട കേട്ടോ. കളർ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ കളറായി പോവുക. ഏകദേശം ഇത്ര മതി കേട്ടോ. ഞാനൊരു മരക്കൊമ്പ് വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ മരക്കൊമ്പിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യണം. ഈ മരക്കൊമ്പിൻ്റെ ഉള്ളിൽ കളർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാ ഒരു ബക്കറ്റിൻ്റെ ചിത്രം കാണാം. ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ട് F ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ മക്കളെ, മനസ്സിലാവണ്ടോ? ഫിൽ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഷോർട്ട് കട്ട് എന്താ? F. ഇനി വീണ്ടും നമ്മൾ ഇവിടേക്ക് പോവാം. ഫോർഗ്രൗണ്ട് കളർ സെലക്ടറിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ കളർ എടുത്തു കേട്ടോ. ഏകദേശം നമ്മൾ ആദ്യം വരയ്ക്കാൻ എടുത്തത് കളറിൻ്റെ സെയിം കളർ തന്നെയാണ് ഞാൻ എടുത്തത്. ഈ കളറൊന്ന് എടുത്തു. അപ്പം ഓക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, കളർ വന്നോളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സുഷിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളർ എടുക്കുമ്പോൾ മൊത്തം അങ്ങോട്ട് കളർ വരും. അപ്പോൾ വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചിത്രം അത്ര ഭംഗിയായിട്ടില്ലെങ്കിലും സുഷിരങ്ങളൊന്നും ഇല്ലാതിരിക്കുക ശ്രദ്ധിക്കുക. ചിത്രത്തിൻ്റെ ഭംഗിക്ക് ഒരിക്കലും നിങ്ങൾ ഭംഗി നോക്കിയിട്ടല്ല മാർക്ക് തരാം. നിങ്ങൾ ചെയ്യുന്ന രീതികൾ ശരിയാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് മാർക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു ഒരു മരക്കൊമ്പ് ഞാൻ വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയോ? പക്ഷെ ഒരു മരക്കൊമ്പൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഷേഡോ കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ അല്ലേ. ഒരു പരുപരിപ്പ് പോലെ തോന്നുന്ന രീതിയിൽ ഒരു ഷേഡോ കൊടുക്കണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങോട്ട് തന്നെ പോകണം ശ്രദ്ധിക്കുക. ടൂൾ ബോക്സിലേക്ക് തന്നെ വരിക. ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഫിൽ ടൂൾ തന്നെ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഒരു ഷേഡോ കൊടുക്കാനുള്ള ബ്രഷ് സെലക്ട് ചെയ്യുക. ചൂസ് ബ്രഷ് സെറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുന്നേ ഫസ്റ്റ് നമ്മളില്ലേ ബ്രഷ് ടൂളിൽ പോകണട്ടെ, എന്നിട്ടേ നമ്മൾ പോകാവൂ. ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ പോകണം. ശ്രദ്ധിക്കണേ മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പോവേണ്ടത് ഇതാ ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഇങ്ങോട്ട് പോവേണ്ടത് കേട്ടോ. ചൂസ് ഒരു ബ്രഷ് ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഒരു ഷേഡോ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് പെൻസിൽ 6 ഷേഡോ, ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, പക്ഷേ അധികം ഓവറായിട്ടുള്ളൊന്നും എടുക്കണ്ട. ഇതെടുക്കാൻ കഴിഞ്ഞാൽ ഇതെടുക്കുക. ഇവിടെ താഴെ ഒരുപാടെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായതൊക്കെ ഒന്ന് എടുക്കുക. പുറത്തേച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആകൃതി നമുക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് അതിൻ്റെ കളറൊന്ന് മാറ്റണം. ഇവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. ഏകദേശം അതിന് ഷേഡോ കൊടുക്കണ ഒരു കളർ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ കളറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി ഡാർക്ക് ആയിക്കോട്ടെ. ആ കളർ എടുത്തു. ഓക്കെ കൊടുത്തു. ഇതിൻ്റെ ആകൃതി നോക്കാൻ വലുപ്പത്തിലാണ് കിട്ടിയത് ഇങ്ങനെ ഷേഡോ കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സൈസ് ഒന്ന് കുറച്ച് കൊടുത്തു കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് ഒന്ന് ഒരു 40 ആക്കി വെക്കാം. നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു 40 ആക്കി കുറച്ചൊന്ന് കുറഞ്ഞു. ഇനി ഇവിടുന്ന് എങ്ങനെ ഷേഡോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്കൊന്നും ആകാതെതാ ഇങ്ങനെ ഒരു പരിപരിപ്പ് തോന്നണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് വരാം നമ്മൾ. ഇനി പുറത്തേക്കൊന്നും ആകാത്ത നിങ്ങൾ റബ്ബർ ഉപയോഗിച്ചിട്ട് മായ്ച്ചു കൊടുക്കുക. വീണ്ടും നമ്മളതിനെ താഴത്തേക്ക് തന്നെ കൊണ്ടുവരിക. ഒരു മരത്തിനൊരു പരിപരിപ്പ് വരണം എന്നുള്ളൂ. പേടിക്കണമെങ്കിൽ കുറച്ചൊക്കെ തെറ്റിച്ചിട്ടൊന്നൊരു വിഷയമല്ല. എനിക്കങ്ങനെ വരയ്ക്കാനുള്ള പ്രത്യേക കഴിവൊന്നുമില്ല. അവിടെ നിർത്തിട്ടോ. ഇപ്പോൾ ഒരു ഷേഡോയും കൊടുത്തു. നമ്മളൊരു മരക്കൊമ്പ് വരച്ചു, അതിന് കളർ ചെയ്ത് ഒരു ഷേഡോ കൊടുത്തു അല്ലേ. ഇത്രയും കാര്യം ഞാനിപ്പോൾ ചെയ്തു. ഇനി ഞാനിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മളൊരു ലെയർ ഉണ്ടാക്കണം.
ക്രിറ്റ സോഫ്റ്റ്വെയർ എന്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം പോവാൻ. വീണ്ടും ഒരു ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ പോയി ഈ പ്ലസ് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്തു. പെയിൻറ്റ് ലെയർ 2 വന്നു, അവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് അടിച്ചെടുത്തു. അതിനെ മായ്ച്ചെടുത്ത് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ BG എന്ന് കൊടുത്തു. അത് ഇനി സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. എൻ്റർ പ്രസ് ചെയ്തു. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിനെ പിടിച്ച് വലിച്ചിട്ട് താഴെ ബ്രാഞ്ചിൻ്റെ താഴെ കൊണ്ടുവയ്ക്കാൻ പോവുക കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിനെ പിടിച്ച് വലിച്ചാണ്ട് ഈ ബ്രാഞ്ചിൻ്റെ താഴെ കൊണ്ടുവച്ചു. ശ്രദ്ധിക്കാം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് അതിനെ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ആദ്യം വരച്ച ഈ മരക്കൊമ്പൊന്ന് ഇവിടുന്ന് ഒഴിവാക്കാൻ പോകുക. അതായത് ബ്രാഞ്ചിൻ്റെ കണ്ണിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് പോവും, കണ്ടില്ലേ. പിന്നെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അത് തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വന്നു. ഞാനിപ്പോൾ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇവിടെ നിന്നാണ്ട് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ലെയർ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ പോവുക. മക്കളെ ക്ലിയർ ആവണ്ടോ, മനസ്സിലാവണ്ടോ? നോക്കുക, ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ ഒരു ടൂൾ ഉപയോഗിക്കണം. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഈ കാണുന്ന ടൂൾ മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ താഴോട്ടും ടൂൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഈ മോർ ബട്ടൺ, താഴെയുള്ള മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ. ഈ ടൂളുകൾ നോക്കി മനസ്സിലാക്കാൻ പറയുമ്പോൾ മേലുള്ള ടൂള് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതിന് താഴോട്ടും കുറേ ടൂളുകൾ വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അതാ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിതാ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് വരയ്ക്കാൻ പോവാണേ. ഇതാ ഇങ്ങനെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കട്ടെ, ഞാൻ കുറയ്ക്കാൻ വിട്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉണ്ട് പോകുന്നോട്ടെ. നിങ്ങൾ വര എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിർത്തിച്ചുകൊണ്ടിട്ടായോ ഇങ്ങനെ നിർത്തിവെക്കുക. ഇനി താഴേക്ക് വരുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല, കാരണം കളർ എടുക്കുമ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തുടങ്ങിയ ഭാഗം വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് നിർത്തുക, ഇങ്ങോട്ട് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ച് ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി അതിന് നമ്മളൊരു കളർ കൊടുക്കണം അല്ലേ. കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്തു. കളർ കൊടുക്കാൻ വീണ്ടും നമ്മൾ ഫോർഗ്രൗണ്ട് കളർ സെലക്ടറിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഒരു കളർ സെലക്ട് ചെയ്തു. ഞാൻ ഈ കളർ കൊടുത്തു. ഓക്കെ, ഇത് ഇവിടെ ഫിൽ ചെയ്തു. അത് അവിടെ ആ കളറായി അല്ലേ. ഇനി ഞാനിവിടെ മറ്റൊരു കളർ കൊടുക്കാൻ പോവാം കേട്ടോ. വീണ്ടും നമുക്ക് ഈ ടൂളിൽ തന്നെ പോവാം. ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് വരച്ചു തുടങ്ങാം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു കേട്ടോ. ഇതിനെ താഴോട്ടെടുക്കുക, താഴോട്ടെടുത്തിട്ട് ഇങ്ങനെ പോട്ടെ കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇവിടെ നിർത്തുക. എന്നിട്ട് നമുക്കിത് സെറ്റാക്കി വെക്കാം, ഇങ്ങനെ വെക്കാം. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു കളറും കൂടെ കൊടുക്കാം നമുക്ക് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മാർഗം നോക്കുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പേടിക്കേണ്ടത് ഇങ്ങനെ ആക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക നമുക്ക് കേട്ടോ. അതാ കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കൊടുക്കുക. മറ്റൊരു കളർ കൊടുക്കണം. നേരത്തെ നമ്മൾ എങ്ങനെയാണോ കളർ കൊടുത്തത് അതേപോലെ തന്നെ ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഫോർഗ്രൗണ്ട് കളർ സെലക്ടറിൽ ക്ലിക്ക് ചെയ്യാം. വേറൊരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്തു. അവിടെയും കളർ. ഇനി ഇവിടേക്ക് മനസ്സിൽ ഇവിടെയും കൊടുക്കുക. അവിടെയും കളറായി. ഇനി ഞാനൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. അതിനു വേണ്ടി വീണ്ടും നമ്മൾ ഈ ടൂളിലേക്ക് തന്നെ പോവാം. ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ വര വരച്ചു കൊടുക്കുക. നമുക്ക് എവിടെ നിന്ന് മുതലാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ഐഡിയ കൊടുത്ത് വരയ്ക്കുന്നതാണ്. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് കിട്ടിയ മാതൃക എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രത്യേകം നോക്കുക. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനും കളർ ചെയ്യാനും കേട്ടോ. അതിലുള്ള കളർ എങ്ങനെയൊക്കെയാന്ന് നോക്കുക. വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഫിൽ ടൂൾ തന്നെ ക്ലിക്ക് ചെയ്യുക. കളർ കൊടുക്കണ്ടേ.
ഫിൽ ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഇവിടെ പോയിട്ട് വേറൊരു കളർ എടുത്തു. ഞാനൊരു പച്ച കളർ എടുത്തു. കളറൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനനുസരിച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കൊടുക്കുമ്പോഴും ക്ലാസ്സിന് കൊടുക്കുമ്പോഴും നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ മാത്രം നിങ്ങൾ കളർ നോക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും സെറ്റല്ലേ? സെറ്റായോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൂടെ വേണം. ആ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സെലക്ഷനിലാണ് നിൽക്കുന്നത്. ആ സെലക്ഷൻ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് സെലക്റ്റിൽ എഴുതിയേക്കണേ, റീസെലക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. റീസെലക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സെലക്ഷൻ മാസ് ഇവിടെ മനസ്സിൽ ക്ലിക്ക് ചെയ്താൽ കേട്ടോ. എന്നിട്ട് ഇവിടേക്കുള്ള കളറിലേക്ക് പോവാതാ. ഫിൽ ടൂൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ പോവുക. അതിൽ നിന്നൊരു ലൈറ്റ് കളർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ലൈറ്റ് കളർ കേട്ടോ. ആ കളർ എടുത്തു. ഞാൻ ഓക്കെ കൊടുത്തു. സെറ്റായോ? അപ്പം അതിന് ഞാൻ കൊടുത്ത കളറിൽ ആ കളറൊന്ന് മാറ്റി കൊടുക്കുക നമ്മൾ അല്ലേ. ഈ കളറിൽ എന്നെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ പോയി. ആ കളർ എനിക്കൊരു ഭംഗിയും തോന്നുന്നില്ല. അപ്പം ഞാനൊരു വേറൊരു കളർ കൊടുക്കുക. ഈ കളറൊന്ന് കൊടുത്ത് നോക്കുക അല്ലേ. ഏകദേശം ഒരു ഈ കളർ കൊടുക്കുക. യെസ്. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തു. ഇനി ഞാനിവിടെ ഒരു ചന്ദ്രനെ വരയ്ക്കാൻ പോവാം. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നിട്ട് ഇവിടെ ഒരു ചന്ദ്രൻ വരയ്ക്കാൻ, ഒരു മൂൺ അസ്തമിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നതൊക്കെയാവും ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു ടൂളാണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കാം. ടൂൾ നിങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ കാണൂല. അപ്പോൾ താഴോട്ട് എടുത്ത് നോക്കണം കേട്ടോ. അവിടെ എലിപ്സ് സെലക്ഷൻ ടൂൾ കാണാം. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി എലിപ്സ് സെലക്ഷൻ ടൂൾ എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ഇവിടെ കളറും ഒന്ന് മാറ്റി കൊടുക്കുക, സൈസും കുറച്ച് കൊടുക്കുക നമ്മൾക്ക് കേട്ടോ. ഈ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു കളർ മാറ്റി കൊടുത്തു നമ്മൾ. ഞാൻ ഈ കളർ എടുത്തു. ഓക്കെ. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പം തന്നെ, എവിടെയാണോ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക. ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ച ഒരു പരിപൂർണ വൃത്തം കിട്ടും. ഒരുപോലുള്ള അളവ് നമുക്ക് വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യണം. ആ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എവിടെ പോകണം? ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ തന്നെ പോയിട്ട് ഈ കളർ തന്നെ മതി നമുക്കല്ലേ. അതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാൻ ആ കളർ ഒരു വേണമെങ്കിൽ ഒരു ചേഞ്ച് ആയിട്ട് ഒരു കളർ കൊടുക്കാം. ഈ കളർ തന്നെ മതി. ഓക്കെ. എന്നിട്ട് ഇവിടെ കളർ എടുത്തു. ഇനി ഈ സെലക്ഷൻ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇതിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ കണ്ണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റായോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായി അല്ലേ, ചന്ദ്രനും ആയി. ഒന്നുകിൽ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് തന്നിട്ട് ചന്ദ്രൻ ഉദിക്കുന്നതായിരിക്കും എക്സാമിന് വരയ്ക്കാനുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തന്നിട്ട് ചന്ദ്രൻ അസ്തമിക്കുന്നതായിരിക്കും ചെയ്യാനുണ്ടാവുക. അപ്പോൾ രണ്ടായാലും നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നതും കളർ കൊടുക്കുന്നതും ചന്ദ്രനെ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു മരക്കൊമ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ ടീച്ചർ നേരത്തെ കാണിച്ചതിനെ പോലെയുള്ള മരക്കൊമ്പ് വരയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ വേറെ പറയാൻ സാധ്യത, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിൽ പിന്നെ ചന്ദ്രനുണ്ട്, മരക്കൊമ്പുണ്ട്, ഒരു പക്ഷീനെ വരച്ചിട്ടുണ്ട്, ഇലകൾ വരച്ചിട്ടുണ്ട്. പക്ഷീനെ വരയ്ക്കാനൊക്കെ നമുക്ക് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. എലിപ്സ് ടൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക, ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ടും വരയ്ക്കുക, കളർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയാണ് പറയുന്നത്. അല്ല, അതിൻ്റെ മുന്നേ നമ്മൾ ഒഴിവാക്കിയൊരു സംഭവമല്ലേ, എന്തിനെ നമ്മളെ ബ്രാഞ്ച് നമ്മളവിടെ ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് കൊണ്ടുവന്ന് നോക്കിയാലേ. അപ്പോൾ ഇതൊക്കെ വരച്ചപ്പോൾ എവിടെ എത്തിപ്പെടുക അറിയില്ല. ആ ബ്രാഞ്ചിൻ്റെ ലെയറിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇനി ഇതിനെ ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓരോ ടൂളുകളുണ്ട്. ടൂൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ടൊക്കെ. ഇപ്പം ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഈ മൂവ് ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാവും. ഇവിടെ ലെയർ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞാൻ ബ്രാഞ്ചിലൊന്ന് ക്ലിക്ക് ചെയ്തു.
ആ ബ്രാഞ്ചിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ബ്രാഞ്ചിനൊന്ന് താത്തി കൊടുത്തതാണ്. മരക്കൊമ്പ് ഇങ്ങനെ വെച്ചെടുത്ത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇതിന് സാധാ സേവ് ചെയ്യണ രീതിയിലൊന്ന് സേവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം, സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കാം കേട്ടോ. ഫയൽ, സേവ്, ക്ലിക്ക്. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8 ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫയൽ നെയിം കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൻ്റെ ഫോൾഡർ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അത് മായ്ച്ചു കൊടുത്തിട്ട് നമുക്കവിടെ 8A 8B ഒക്കെ അടിച്ചു കൊടുക്കാം. നിങ്ങളെ ക്ലാസ് ഏതാണോ അത് അടിച്ചു കൊടുക്കുക. ക്യാപ്സ് ലോക്ക് വേണമെങ്കിൽ ക്യാപ്സ് ലോക്കിൽ അടിക്കാം. ഞാൻ 8B അടിച്ചു കേട്ടോ. 8B അടിച്ചു കൊടുത്ത് 8Bയിലൊരു ഫോൾഡർ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ 8B വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. 8B. ഇനി ഇവിടെ ഫയൽ നെയിം നമ്മൾ എന്ത് കൊടുത്തു? ഞാനിവിടെ ബ്രാഞ്ച് എന്ന് കൊടുത്തു കേട്ടോ. ബ്രാഞ്ച് സ്മോൾ ലെറ്ററിൽ വേണമെങ്കിൽ സ്മോൾ ലെറ്ററിൽ അടിക്കാം, എങ്ങനെ വേണമെങ്കിലും അടിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് തരുന്നതാണ് നമ്മൾ അടിക്കേണ്ടി വരിക. ഇനി ഇവിടെ ബ്രാഞ്ചിൽ നിന്ന് അടിച്ചിട്ട് ഇവിടെ ഡോട്ട് ക്രിറ്റാൻ്റെ ഒരു ഇത് വരും. അത് ഞാൻ വെറുതെ സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സാധാ സേവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സേവ് ചെയ്തു. ഇനി നിങ്ങളോട് ഇത് എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യാൻ പറയും. എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യാൻ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരാനും നമുക്ക് ഓരോ പ്രിൻ്റായിട്ട് വരുന്നതിനും നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിത് നിങ്ങളെ സ്കൂളിലുള്ള ലാപ്ടോപ്പിൽ ചെയ്തിട്ട് ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങളെ സ്കൂളിൽ പ്രൊജക്ടറിൽ കണക്ട് ചെയ്തിട്ട് ചുമരിലേക്ക് ചിത്രീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങളെ ലാപ്ടോപ്പിൽ ചെയ്യാം. എന്നിട്ട് പ്രൊജക്ടറിൻ്റെ ഇതിലേക്ക് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ചുമരിലേക്ക് പ്രതിഫലിപ്പിക്കുക. എന്നിട്ട് ആ ചുമരിലെ ചിത്രം വരുമ്പം വേണമെങ്കിൽ ആ ചുമരിൽ നമുക്ക് വരച്ചവിടെ നിർത്താം അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ എക്സ്പോർട്ടായിട്ട് സേവ് ചെയ്യണ രീതി ഒന്ന് പറഞ്ഞുതരാം. ഫയൽ, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8 ഡബിൾ ക്ലിക്ക് അടിക്കണേ. നോക്കാം, 8B തന്നെ വേണമെങ്കിൽ 8B എടുക്കാം, അല്ലെങ്കിൽ സാധാ 8Bയിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സേവ് ചെയ്ത ഫയൽ നെയിം branch.kra വന്നിട്ടുണ്ട്. എന്താണ് ഈ .kra? .kra എന്ന ക്രിറ്റ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്റ്റൻഷനാണ് .kra അല്ലെങ്കിൽ ഫയൽ ഫോർമാറ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. ക്രിറ്റ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്റ്റൻഷൻ ഏതാ? .kra. അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിനും എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചോദിക്കാം ഫയൽ ഫോർമാറ്റ് ഏതാന്ന് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ടിലേക്ക് സേവ് ചെയ്യുമ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഫയൽസ് ഓർ ടൈപ്പ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത് നോക്കുക അല്ലേ? നമുക്കിത് PNGയിലേക്കാണ്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എവിടെ വേണം എടുത്തു നോക്കുക. PNG ഇമേജിലേക്കാണ് വേണ്ടത്. ഞാൻ അവിടെ ഒന്ന് PNG ഇമേജിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുത്തു. അവിടെ ഇപ്പം തന്നെ PNG ആയിട്ട് മുകളിൽ മാറി. PNG ഇമേജ് ഇവിടെ വേണമെങ്കിൽ നമുക്കിത് മായ്ച്ചിട്ട് ഇവിടെ എന്ത് കൊടുക്കാം? ബ്രാഞ്ച് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? ഞാൻ സേവ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്തതും നമുക്ക് തുറന്നു നോക്കാം അല്ലേ? ഞാനിത് ക്ലോസ് ചെയ്തു. ഹോം എടുത്തു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8 ഡബിൾ ക്ലിക്ക് അടിച്ചു. 8Bയിലാണ് ഞാൻ രണ്ടും ചെയ്തത്. ഈ രണ്ടും ഇവിടെ കാണുന്നുണ്ട്. സാധാ സേവ് ചെയ്തത് .kra, ഇവിടെ PNG എക്സ്പോർട്ട് ആയിട്ട് സേവ് ചെയ്താണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മൾ സാധാ നമ്മളെ ക്രിറ്റ സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കളെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്? ക്രിറ്റ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ? ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പൺ ടൂണിസ സ്വതന്ത്രമായൊരു സോഫ്റ്റ്വെയറാണ് ക്രിറ്റ സോഫ്റ്റ്വെയർ. അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ,
പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ലെയറുകൾ നിർമ്മിക്കുന്നത് എങ്ങനെ, ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ബ്രാഞ്ച് വരയ്ക്കാം. ബ്രഷ് ടൂൾ മാത്രമല്ല, അതിൽ വേറൊരു ടൂളും കൂടെ ഉണ്ട് കേട്ടോ. ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ടും വരയ്ക്കുക. ഏറ്റവും നല്ലത് ബ്രഷ് ടൂൾ തന്നെയാണ് കേട്ടോ മക്കളെ. എങ്ങനെ ബ്രാഞ്ച് അല്ലെങ്കിൽ മരക്കൊമ്പ് എങ്ങനെ വരയ്ക്കാം, അതിനെങ്ങനെ ഷേഡോ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ നമ്മൾ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് മാറി വരച്ചിട്ട് അതിനെങ്ങനെ കളർ കൊടുക്കാം, പിന്നെ ഒരു ചന്ദ്രനെ എങ്ങനെ വരയ്ക്കാം, അതിന് ലെയർ എങ്ങനെ ഉണ്ടാക്കി അല്ലേ, എങ്ങനെ സേവ് ചെയ്തു, എക്സ്പോർട്ടായിട്ട് എങ്ങനെ സേവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. ഇനി ഇതിൽ നമുക്ക് വേറൊന്നുമില്ല. ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളതൊരു പക്ഷിനെ വരയ്ക്കാനും ഇലകൾ വരയ്ക്കാനും മാത്രമാണ്. പക്ഷിനെ വരയ്ക്കാൻ നമുക്ക് എലിപ്സ് ടൂൾ എടുത്ത് വരയ്ക്കാം, ബ്രഷ് ടൂൾ എടുത്ത് വരയ്ക്കാം. കളർ ചെയ്യുന്ന രീതിയൊക്കെ ഇതേപോലെ തന്നെ, ഇലകൾ വരയ്ക്കുന്നത് ഇതേപോലെ തന്നെ കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയോ, മനസ്സിലായോ? ഞാനെടുത്ത ഈ കാര്യങ്ങൾ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാം. എങ്ങനെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇത്രയും ക്ലാസ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. ഓക്കെ, താങ്ക് യു.